السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കോയമ്പത്തൂരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ജമിയത്തു അഹ്ലുൽ ഖുർആൻ വൽ ഹദീസ് എന്ന മഹത്തായ സംഘടനയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരികൾ, സഹോദരന്മാർ, നമുക്കെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഒരല്പനേരം എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. ഞാൻ സംസാരിക്കുന്ന മലയാളം ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ഏതാണ്ട് മനസ്സിലാകുന്നുണ്ടാകും എന്ന, അല്ലെങ്കിൽ മനസ്സിലാകും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതുവരെയായി ധാരാളം പ്രഭാഷണങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന വിഷയം നിങ്ങൾ പലരിൽ നിന്നായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും പ്രവാചകന്മാരും വളരെ കണിശമായി പഠിപ്പിച്ച തത്വമാണ്. വമാ അർസൽനാ മിർ റസൂലിൻ, അതേ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല, ഞാൻ മാത്രമാണ് ആരാധ്യൻ, ആകയാൽ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രബോധനം നടത്താത്ത, അത് ജനങ്ങളോട് പറയാത്ത ഒരു പ്രവാചകനും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നത്
എന്റെ തൊട്ട് മുമ്പുള്ള പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടു, മാനവ സമൂഹത്തെ മുഴുവനും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ടാകും. എന്തുകൊണ്ട് അല്ലാഹനെ മാത്രം ആരാധിക്കണം, മറ്റാരെയും ആരാധിച്ചുകൂടാ? എന്തുകൊണ്ട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, മറ്റാരെയും വിളിച്ച് തേടിക്കൂടാ, പ്രാർത്ഥിച്ചുകൂടാ? അല്ലാഹു പറയുന്നു, അവനാണ് നിങ്ങളെ പടച്ചവൻ, നിങ്ങളുടെ മുമ്പുള്ളവരെയും പടച്ചവൻ അവനാണ്. അതേ, ഈ ഭൂമിയെ നിങ്ങൾക്കവൻ സംവിധാനിച്ചു തന്നു. ആകാശലോകത്ത് നിന്ന് നിങ്ങൾക്കവൻ വെള്ളം ഇറക്കിത്തന്നു. അത് മുഖേന ഇവിടെയുള്ള കൃഷിയിടങ്ങളും സസ്യലതാദികളുമൊക്കെ നിങ്ങൾക്കവൻ പുറപ്പെടുവിച്ചു തന്നു, ഉൽപ്പാദിപ്പിച്ചു തന്നു. ഇതിലൊന്നും ലോകത്ത് ആർക്കും പങ്കില്ല. അവൻ മാത്രമാണ് ഇതെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ധാരാളം വസ്തുക്കളെ പൂജിക്കുകയും ആരാധിക്കുകയും അവയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള, മുരട്, മൂർഖൻ പാമ്പുകൾ വരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, പൂജിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുള്ള ഒരു ലോകം. ആ ലോകത്ത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരികയാണ്, ഇവിടെ കാണുന്നത് ഏതെങ്കിലും ഒന്ന് അല്ലാഹുവല്ലാതെ പടച്ചവരുണ്ടോ? അല്ലാഹയല്ലാതെ ഇവിടെയുള്ള ഒരു പുൽക്കൊടിയെ പോലും പടച്ചിട്ടില്ല. യാതൊരു വസ്തുക്കളെയും അല്ലാഹുവല്ലാത്ത മറ്റൊരാളാണ് പടച്ചത് എന്ന് ഈ ലോകത്ത് ഒരാളെ കൊണ്ടും തെളിയിക്കാൻ സാധ്യമല്ല. എല്ലാവരെയും പടച്ചവൻ അവനാണെങ്കിൽ ഈ ഭൂമിയിൽ, ഈ ആകാശലോകത്ത് കാണുന്നത് മുഴുവനും അവന്റെ സൃഷ്ടികളാണ്, പടപ്പുകളാണ്. പടപ്പുകളുടെ മുഴുവൻ തേട്ടങ്ങളും പടച്ചവനിലേക്ക് മാത്രമേ തിരിക്കാവൂ എന്നതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കണിശമായി പഠിപ്പിക്കുന്നത്. കാരണം ഈ ലോകത്ത് പടപ്പുകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവനും പടച്ചവനായ അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയത് മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് തന്നെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടോ അതെല്ലാം അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണത്. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അത് അല്ലാഹു റബ്ബുൽ ആലമീനിൽ നിന്ന് മാത്രമാണ്. ഈ ഒരൊറ്റ കാര്യം തന്നെ മതി പ്രിയമുള്ളവരെ. അല്ലാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ മുമ്പിൽ മാത്രമേ വണക്കമുണ്ടാകാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥനകൾ നടത്താവൂ, അവന്റെ മുമ്പിലെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവനോട് മാത്രമേ ആത്യന്തികമായി സഹായം ചോദിക്കാവൂ. ഈ ഒരു കാര്യത്തിന് അധികമൊന്നും തെളിവുകൾ ആവശ്യമില്ല. ഈ ലോകത്ത് ആരെയെല്ലാം ആരാധിക്കുന്നുണ്ടോ അവരെക്കുറിച്ചെല്ലാം പരിശോധിക്കുക. അവരെന്നെന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നവരാണോ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ മാത്രമേ ഇലാഹാകാൻ കൊള്ളുകയുള്ളൂ. മരിച്ചു പോകുന്നവർ ഇലാഹാകാൻ കൊള്ളുകയില്ല. പടച്ച റബ്ബ് ആയത്തുൽ കുർസിയിലൂടെ വളരെ കൃത്യമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് പഠിപ്പിച്ചിരുന്ന തത്വം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു വേള അതറിയാമായിരിക്കും. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, അതിലെ ഏറ്റവും അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ വചനം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അങ്ങനെയാണത് തുടങ്ങുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ഒരാരാധ്യനേ ഇല്ല, അവൻ മാത്രമാണ് ഇലാഹ്.
എന്തുകൊണ്ട്? അൽ ഹയ്യുൽ ഖയ്യൂം. ആദ്യം തന്നെ അല്ലാഹു പറയുന്നത് അവനാണ് ഹയ്യ്. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഈ ലോകത്ത് ആരാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായുള്ളത്? ഈ ലോകത്ത് ആരൊക്കെ ആരെയെല്ലാം വിളിച്ചു തേടുന്നുവോ, അതേത് മതവിശ്വാസിയാണെങ്കിലും, ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിലും, ക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിലും, ജൈന മതക്കാരാണെങ്കിലും, ബുദ്ധമതാനുയായികളാണെങ്കിലും, ഏതു വിഭാഗം ജനങ്ങളാണെങ്കിലും അവർ ആരോടെല്ലാം തേടുന്നുവോ ആ പടപ്പുകൾ മുഴുവനും മരണമുള്ളവരാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമേയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരണമടയാത്ത ആ നാഥന്റെ മേൽ മാത്രം നിങ്ങൾ തവക്കുലാക്കൂ. അവനെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ തത്വം. മരിച്ചു പോകുന്നവർ ഇലാഹാകാൻ കൊള്ളുകയില്ല. അതുപോലെ തന്നെ നാം ഒരാളോടൊരു കാര്യം തേടുമ്പോൾ, ഒരാളോടൊരു കാര്യം നാം ആവശ്യപ്പെടുമ്പോൾ, അയാൾ തൂങ്ങി ഉറങ്ങുകയാണെങ്കിലോ, അയാൾ ഉറങ്ങുകയാണെങ്കിലോ നാം പറഞ്ഞത് അയാൾക്ക് ശ്രദ്ധിക്കാനാകുമോ? ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം മയക്കത്തോടെയോ ഉറക്കത്തോടെയോ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? അതെ, സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനൊരിക്കലും ഉറക്കം ബാധിക്കുകയില്ല, അവനൊരിക്കലും മയങ്ങുകയില്ല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവനെ ഒരിക്കലും ഒരു മയക്കമോ തൂങ്ങി ഉറക്കമോ പിടികൂടുകയില്ല. അതുപോലെ തന്നെ വലാനവും ഉറക്കവും അവനെ ബാധിക്കുകയില്ല. ഈ നിലക്ക് എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, എല്ലാവരുടെ ശബ്ദങ്ങളും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാവരെയും നന്നായി അറിയുന്ന, എല്ലാവരുടെയും കൽബുകളെ, ഹൃദയങ്ങളിലെ വിചാരവികാരങ്ങളെ പോലും വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ ഹൃദയങ്ങളിലെ വിചാരങ്ങൾ വരെ നാം അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ ചിന്തകളും അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ് അറിയുന്നത്. അതേ, മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ ആരാരും അറിയാതെ നമ്മുടെ നോട്ടം എവിടേക്കെങ്കിലും ഒന്ന് ഒരു സെക്കൻഡ് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതും അല്ലാഹു അറിയുന്നു. അതുപോലെ തന്നെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അല്ലാഹു അറിയുന്നവനാണ്. ഈ രൂപത്തിൽ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് ശക്തിയാണ്, സൃഷ്ടിയാണ് ലോകത്തുള്ളത്? ആർക്ക് കാണാൻ കഴിയും? യേശുവിനെ എല്ലാവരെയും അറിയുമോ? എല്ലാവരെയും കാണാനാകുമോ? എല്ലാവരുടെയും ശബ്ദം കേൾക്കാനാകുമോ? എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ അറിയാമോ? അതല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് എല്ലാവരെയും അറിയാമോ? എല്ലാവരുടെ ശബ്ദങ്ങളും കേൾക്കാമോ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. ഈ ലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാര്, അതുപോലെ തന്നെ മഹത്തുക്കള്, വലിയ വലിയ പുണ്യാളന്മാര്, വലിയ വലിയ മഹാന്മാര്, മഹതികള്, എല്ലാവരും ഈ ലോകത്ത് നിന്ന് മാറിയവരാണ്. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയവരാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമേയുള്ളൂ. ഇതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഈ കഴിവുകൾ ആരിലെങ്കിലും നാം ആരോപിച്ചാൽ അത് അല്ലാഹുവിന് പങ്കു ചേർക്കലാണ്. അല്ലാഹുവിനെ പോലെ കാണുന്നവരുണ്ടെന്ന് വിശ്വസിക്കാവതല്ല. അല്ലാഹുവിനെ പോലെ കേൾവിയുള്ളവരുണ്ടെന്ന് വിശ്വസിക്കാവതല്ല. അല്ലാഹുവിനെ പോലെ മനുഷ്യ മനസ്സിലെ വിചാര വികാരങ്ങൾ വരെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കാവതല്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന് ഒട്ടേറെ പേരുകൾ പറയുന്നു. ഓ പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ അസ്മാഉൽ ഹുസ്ന എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവന്റെ നാമങ്ങളെ കുറിച്ചെടുത്തു പറയുന്നു. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന
ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ഉത്തമമായ പേരുകളുണ്ട്, നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുഖേന നിങ്ങൾ അവനെ വിളിക്കൂ. അല്ലാഹുവിന്റെ നാമമാണ് സമീഉൻ, അല്ലാഹെല്ലാം കേൾക്കുന്നവനാണ്. ബസീറുൻ, അല്ലാഹെല്ലാം കാണുന്നവനാണ്. അലീമുൻ, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഖദീറുൻ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ എല്ലാ കഴിവുകളും അല്ലാഹുവിനുള്ളതാണെന്ന് അറിയിക്കുന്ന ഒട്ടേറെ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ അല്ലാഹുവിന്റെ ആ പ്രത്യേകമായ വിശേഷണങ്ങൾ കൂടിയാണ്. ആ വിശേഷണങ്ങളൊന്നും ഏതെങ്കിലും ഒരു സൃഷ്ടികളിൽ ഉണ്ടെന്ന് പറയാൻ പാടില്ല. ഇവിടെയാണ് അബദ്ധം സംഭവിച്ചത്. ഇവിടെയാണ് ജനങ്ങൾക്ക് അബദ്ധം സംഭവിച്ചത്. അല്ലാഹുവിനുള്ള ഏറ്റവും മഹത്വമേറിയ ഈ പ്രത്യേകതകൾ അവനെ പോലെയുള്ള പടപ്പുകൾക്ക് സങ്കല്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന് മാത്രമുള്ള ഇത്തരത്തിലുള്ള കഴിവുകൾ പടപ്പുകൾക്ക് സങ്കല്പിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുൽ അഅറാഫ് 194-ാമത്തെ വചനം, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഉഹും ഫൽയസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാകുന്നു. നമ്മെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള അടിമകളെ, അതെ നിങ്ങളെപ്പോലെയുള്ള ആളുകളെയാണ് നിങ്ങൾ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫദ്ഉഹും, നിങ്ങൾ അവരെ ഒന്ന് വിളിക്കൂ. ഫൽയസ്തജീബൂ ലക്കും, അവര് നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ. ഇത് അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ്. അല്ലാഹു വെല്ലുവിളിക്കുകയാണ്. ഞാനല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുന്നത് ഞാനിന്ന് കാണട്ടെ. സാധ്യമല്ല, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ കാര്യം പിന്നെയും പറയുന്നുണ്ട്. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ, സഹോദരന്മാരെ, അല്ലാഹയല്ലാത്ത ആരെ വിളിച്ചു തേടിയാലും, ആരോടൊക്കെ തേടിയാലും, ആരെയൊക്കെ ആരാധിച്ചാലും, ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചാലും മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലും, അതേ ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിൽ കാണുന്ന, തൊലിപ്പുറമെ കാണുന്ന ഒരു പാടയുടെ അത്ര പോലും ഒരാൾക്കും ഒന്നിനും കഴിവില്ലാത്തവരാണ്. അവരൊന്നും ഉടമപ്പെടുത്താത്തവരാണ്. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പല സ്ഥലത്ത് പറയുന്നൊരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ മാനവ സമൂഹത്തിൽപ്പെട്ട എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത്, പടച്ച റബ്ബിന് ഒട്ടേറെ കഴിവുകളുണ്ട്. കുറെ നിങ്ങൾ ഇവിടെ വിശദീകരിച്ചു, എനിക്ക് സമയം പോരാ. അല്ലാഹുവിന്റെ ആ പ്രത്യേകമായ കഴിവുകൾ, അതിൽ ഏറ്റവും പ്രധാനമായതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എവിടെ നിന്ന് വിളിച്ചാലും അല്ല കേൾക്കും, എവിടെ വെച്ച് വിളിച്ചാലും അല്ല കേൾക്കും, ആര് വിളിച്ചാലും അതാരാണെന്ന് അല്ല അറിയും. അല്ലാഹുവിന് ഭാഷ പ്രശ്നമല്ല, അല്ലാഹുവിന് വിളിക്കുന്നത് എവിടെ വെച്ചാണെന്നത് പ്രശ്നമല്ല. രാത്രിയിൽ വിളിച്ചാലും പകലിൽ വിളിച്ചാലും, ആകാശത്ത് ഫ്ലൈറ്റിൽ വെച്ച് വിളിച്ചാലും, അതേ കപ്പലിൽ വെച്ച് വിളിച്ചാലും, കരയിൽ വെച്ച് വിളിച്ചാലും, എവിടെയും രക്ഷ നൽകുവാൻ അവനെ കഴിയൂ. അവനെ എല്ലാവരെയും കാണാൻ കഴിയൂ. അവനാണ് എല്ലാത്തിനെയും കേൾക്കുന്നത്, കാണുന്നത്. അതേ കണ്ടില്ലേ, മനുഷ്യന്റെ കഴിവുകേട് കണ്ടില്ലേ? ഇറ്റലിയിൽ നിന്ന് അതേ പുറപ്പെട്ടിട്ടുള്ള 4000-ൽ ചില്ലാനം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ടൂറിസ്റ്റ് കപ്പലതാ വെള്ളിയാഴ്ച രാത്രി കടലിൽ തട്ടിത്തകർന്നു. കടലിൽ അത് ഒരു ഭാഗത്തേക്കതാ ചെരിഞ്ഞതായി പത്രങ്ങളിൽ നമ്മൾ കണ്ടു. എത്ര പേരാണ് മരണപ്പെട്ടതെന്ന് അറിയില്ല. ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അതേ എവിടെ വെച്ചാണെങ്കിലും, എവിടെ നടക്കുന്ന ദുരന്തങ്ങളാണെങ്കിലും, എവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണെങ്കിലും, എവിടെയും കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും അത് അല്ലാഹുവാണ് അറിയുന്നവൻ, അല്ലയാണ് കേൾക്കുന്നവൻ, അല്ലയാണ് രക്ഷിക്കുന്നവൻ. അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്.
അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിൽ കാണാം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, എന്റെ രക്ഷിതാവിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുന്നതല്ല. ഇതാണ് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതെങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, എന്റെയും നിങ്ങളുടെയും പ്രഖ്യാപനം ഇത് തന്നെയായിരിക്കണം. ഇതിന് വിരുദ്ധമായ നിലക്ക് ഒട്ടേറെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമുസ്ലിമീങ്ങൾക്കിടയിലോ മറ്റുള്ള ആളുകൾക്കിടയിലോ ഉള്ള കാര്യങ്ങളല്ല എന്റെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ഈ ഭാഗങ്ങളിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾക്ക് പുറമേ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന തമിഴ്നാട്, ഈ തമിഴ്നാട് ദർഗകളുടെയും ജാറങ്ങളുടെയും കേന്ദ്രമാണ്. നാഗൂർ ആണ്ടവര്, അതുപോലെ തന്നെ ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷാ, അതുപോലെ തന്നെ കീഴക്കരയിലെ സദഖത്തുല്ലാഹിൽ കാഹിരി, അതുപോലെ തന്നെ തഞ്ചാവൂരിലും, അതുപോലെ തന്നെ മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീം, ഇതുപോലെയുള്ള ഒട്ടേറെ ആളുകൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വെറുതെ പറയുകയല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം എന്താണെന്ന് പഠിക്കാതെ, അതേ അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കേരളക്കരയിലുള്ള ആളുകളും അല്ലാത്ത ആളുകളുമൊക്കെ ഈ തമിഴ്നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആലോചിക്കണം എന്താണ് ഇവിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം? എന്താണ്? ഇവരോടാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ഇവരെയാണ് വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നത്. അതെ, അള്ളാഹുവിന്റെ പ്രത്യേകമായ അധികാരങ്ങളും കഴിവുകളും ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടെന്നാണ് അവർ എഴുതുന്നത്, പ്രചരിപ്പിക്കുന്നത്. അതെ, ഏർവാടി ഇബ്രാഹിം ബാദുഷയെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള മൗലിദിൽ നമുക്ക് കാണാം, ലിയത്തസ്രീഫു ഫിദ്ദുന്യാ ജമീആ ലിയത്തസ്രീഫു ഫീ അഹ്ലി സമായി. എന്താണ് അതിൽ പറയുന്നത്? ഭൂലോകം മുഴുവനും എന്റെ ഭരണത്തിൻ കീഴിലാണ്. ഈ ഭൂമിയുടെ മുഴുവനും ഭരണം ഏർവാടി ഇബ്രാഹിം ബാദുഷയാണ് പോലും നടത്തുന്നത്. മാത്രമല്ല, ലിയത്തസ്രീഫു ഫീ അഹ്ലി സമായി, വാനലോകത്തിന്റെ ഭരണവും എന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഓ സഹോദരാ, ചിന്തിച്ചോ, ഈ സമുദായം റബ്ബിനെ മനസ്സിലാക്കിയോ? അള്ളാഹിനെ കുറിച്ച് എന്തറിവാണ് ഈ സമൂഹത്തിനുള്ളത്? അള്ളയല്ലേ ലോകത്തിന്റെ നിയന്താവ്? അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഇബ്രാഹിം ബാദുഷയെ കുറിച്ചാണോ? അല്ലല്ലോ, അള്ളയാണ് ആരാധ്യൻ, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവ്. നമ്മൾ നോക്കണം, അറേബ്യയിലെ മുശ്രിക്കുകൾ അവര് പോലും വിശ്വസിച്ചത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അല്ലാഹ് മാത്രമാണെന്നാണ്. പരിശുദ്ധ ഖുർആൻ അവരോട് ചോദിക്കുന്നു, ഖുൽ നബിയെ പറയൂ, മയ്യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്നവനാരാണ്? അമ്മയംലികുസ് സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. സൂറത്ത് യൂനുസിലെ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അതെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അറേബ്യയിലെ അബൂജഹിലടക്കമുള്ള മുശ്രിക്കുകളോട് ചോദിച്ചു നോക്കൂ പ്രവാചകരെ, എന്താണ് അവരോട് ചോദിക്കേണ്ടത്? ആരാ നിങ്ങൾക്ക് അന്നം തരുന്നത്? ആരാണ് മഴ തരുന്നത്? ആരാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ? ആരാണ് നിങ്ങളെ മരിപ്പിക്കുന്നവൻ?
ആരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ, ആരാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് ചോദിക്കൂ. അവര് പോലും പറയും അല്ലാഹ്, അള്ളയാണ് നാ പറയുന്നത്. ആ മുശ്രിക്കുകൾ പോലും അള്ളയാണ് നിയന്ത്രിക്കുന്നവൻ എന്ന് പറയുന്നുവെങ്കിൽ, എർവാടിയിലെ ഇബ്രാഹിം ബാദിഷയെ കുറിച്ച് എഴുതപ്പെട്ട മൗലിദിൽ പറയുന്നത്, ഞാനാണ് പ്രപഞ്ചം ഭരിക്കുന്നത്, ഞാനാണ് ഭൂമി ഭരിക്കുന്നത്, വാനലോകവും എന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. മാത്രമല്ല ബിലാദുല്ലാഹി തുറൻ ബൈന ഐദിഹി കഹുബ്സത്തിൻ തുഖല്ലബു ഫിൽ ഫിറാശി. ഭൂമിലോകം മുഴുവനും എന്റെ ഒരൊറ്റ നോട്ടത്തിലുള്ള വിരിപ്പിൽ പൊതിഞ്ഞ റൊട്ടിയെ പോലെയായി തീർന്നു. ഇബ്രാഹിം ബാദിഷ അവകാശപ്പെടുന്നു, ഈ ഭൂമി എന്ന് പറയുന്നത് ഇബ്രാഹിം ബാദിഷയ്ക്ക് ഏതുപോലെയാണ്. നമ്മുടെ മുമ്പിൽ ഒരു സുപ്ര വിരിച്ചു, ഒരു വിരിപ്പ് വിരിച്ചു. ആ വിരിപ്പിൽ ഒരു റൊട്ടി കഷണം വെച്ചാൽ ആ റൊട്ടിയെ നമുക്ക് മുഴുവനായി കാണാമല്ലോ. ഇതുപോലെ ഇബ്രാഹിം ബാദിഷ ലോകത്തെ മുഴുവനും അതേ കൃത്യമായി കാണുന്നു, കേൾക്കുന്നു. എർവാടിയിൽ മറവെട്ട് കിടക്കുന്ന ഇബ്രാഹിം ബാദിഷ ലോകം മുഴുവൻ കാണുകയാണ്, കേൾക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു റൊട്ടി കഷ്ണം കാണുമ്പോലെ ഭൂമിയെ മുഴുവനും, ഭൂമിയിലെ സർവചരാചരങ്ങളെയും ഇബ്രാഹിം ബാദിഷ നോക്കി കാണുന്നു. അതെ, എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ കേസ് ഡയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവിടെ കോടതിയുണ്ട് പോലും, അവിടെ പോയി കേസ് കൊടുക്കുകയാണ്. അതെ, അവിടെ വക്കീലന്മാരുണ്ട്, ജഡ്ജിമാരുണ്ട്, കേസ് ക്രോസ് വിസ്താരം നടത്തുന്നുണ്ട്. ആരൊക്കെയാണ് ക്രോസ് വിസ്താരം നടത്തുന്നത്? ആരൊക്കെയാ ക്രോസ് വിസ്താരം നടത്തുന്ന ആളുകളാരാ? ഏർവാടിയിൽ മനസ്സിലാക്കണം. ഇവര് തന്നെ പറയുന്നത്, ശുഹദാക്കന്മാര് നമ്മുടെ ഓരോ പ്രവൃത്തിയെയും ചലനത്തിനെയും നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹ്. ഓ മുസ്ലിമീങ്ങളെ, ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാനാകും? ഇവരെല്ലാവരും നമ്മുടെ ഓരോ ചലനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണത്രേ. ഇതാണ് അള്ളാഹുവിനെ പങ്കുചേർക്കൽ. അല്ല കാണും പോലെ ഇവരും കാണുന്നു, അല്ല കേൾക്കും പോലെ ഇവരും കേൾക്കുന്നു, അല്ല അറിയും പോലെ ഇവരും അറിയുന്നു. എന്നിട്ടോ നമ്മൾ മനസ്സിലാക്കണം, ഇവരെല്ലാം കാണുന്നുണ്ട്. എർവാടിയിലെ ഖബറിൽ കിടന്നുകൊണ്ട് എർവാടിയിലുള്ള എല്ലാ ശുഹദാക്കളും എല്ലാം കാണാണ്, എല്ലാം കേൾക്കാണ്, എല്ലാം നിയന്ത്രിക്കാണ്. എത്രത്തോളം അവർക്ക് എല്ലാത്തിനും സാധിക്കും. പക്ഷേ തീപിടുത്തമുണ്ടായിട്ട് ഒരുപാട് ആളുകൾ കരിഞ്ഞു പോയപ്പോ ഇവരാരും കണ്ടില്ല. ഇവര് കണ്ടു കിടക്ക, കത്തടാ കത്ത്, ആളിപ്പടരട്ടെ, തീ പടരട്ടെ. ഇബ്രാഹിം ബാദിഷ കണ്ട് രസിച്ചു കിടന്നുവല്ലേ, പറയാൻ പാടുണ്ടോ? ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ ഇബ്രാഹിം ബാദിഷയല്ലേ ഏറ്റവും വലിയ തെറ്റുകാരൻ. എന്റെയോ നിങ്ങളുടെയോ മുമ്പിൽ വെച്ച് ഒരു കുഞ്ഞിന്റെ കാലിൽ ഒരു തീപ്പൊരി വീണെന്നത് കണ്ടാൽ ജീവനുള്ള നമുക്ക് അതിനെ തടയാൻ കഴിയുമെങ്കിൽ നമ്മൾ പോയി ആ തീ കെടുത്തില്ലേ? അല്ലെങ്കിൽ എന്നെപ്പറ്റി നിങ്ങൾ എന്തു പറയും? എന്റെ കൺമുമ്പിൽ ഒരു കുഞ്ഞ് തീ പിടിച്ചു പടയുന്നത് കാണുമ്പോൾ ഞാൻ മിണ്ടാതെ എന്റെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെപ്പറ്റി എന്തു പറയും? ക്രൂരമായ മനസ്ഥിതിയുള്ളവൻ, കാട്ടാളനായയാൾ, ദുഷ്ടനാണയാൾ എന്ന് നിങ്ങൾ പറയില്ലേ? എന്നാൽ നോക്കൂ, ഇബ്രാഹിം ബാദിഷ ഏർവാടിയിലെ ഖബറിൽ കിടന്നുകൊണ്ട് അതെല്ലാം കാണുകയാണ്. ടെന്റ് കത്തുകയാണ്, ഓലക്കുടിലുകൾ കത്തി നശിക്കുകയാണ്. അതേ കാലുകളിൽ ചങ്ങലയിട്ട് പൂട്ടപ്പെട്ട ഭ്രാന്തന്മാരതാ തീ പിടിച്ച് വെന്തുരുകി കരിഞ്ഞ് കരിക്കട്ടയാകുമ്പോഴും ബാദ്ഷാക്ക് കുലുക്കമില്ല, കിടന്ന് കണ്ട് രസിക്കുകയാണ് പോലും. ഇത് പറയാൻ പറ്റുമോ? ഇത് ഔലിയാക്കളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങനെ പറയില്ല. കാരണം അവരത് കാണുന്നില്ല, അവരത് കേൾക്കുന്നില്ല, അവർക്കത് കാണാൻ കഴിയില്ല. അവർ മരിച്ചുപോയവരാണ്. മരണപ്പെട്ടവർ ഇവിടെ നടക്കുന്നത് നോക്കിക്കാണുന്നവരല്ല, ഇവിടെ നടക്കുന്നത് കേൾക്കുന്നവരല്ല, ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും അറിയുന്നത് സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീൻ.
അവൻ മാത്രമേ ഉള്ളുവെന്നാണ് മുസൽമാന്റെ വിശ്വാസം. അതുകൊണ്ട് അവനെ മാത്രം വിളിച്ചു തേടുന്നു. തീപിടുത്തമുണ്ടായാലും റബ്ബേ രക്ഷിക്കണേ, മുങ്ങിപ്പോകുമ്പോഴും റബ്ബേ രക്ഷിക്കണേ, അല്ലാഹുവേ കാക്കണേ, അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് മുസ്ലിം പറയുന്നത്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാവരെയും കാണാൻ കഴിയൂ, മരണപ്പെട്ടു പോയവർക്ക് കാണാൻ കഴിയില്ല. ഇവിടെ നടക്കുന്നത് കേൾക്കാൻ കഴിയില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയില്ല. എന്നാലോ ഏർവാടിയിൽ കിടക്കുന്നവരൊക്കെ ക്രോസ് വിസ്താരം നടത്തുകയാണ്. അവിടെ പോയി കേസ് പറയുക, ഖബറിൽ പോകുക. ഇബ്രാഹിം ബാദിഷയുണ്ട്, മോനുണ്ട് അബൂ താഹിർ, അതുപോലെ തന്നെ ഷെയ്ഖ് ഷാഹുൽ ഹമീദുണ്ട്. ഇവരുടെയൊക്കെ സമീപത്ത് പോയിട്ട് കേസ് പറയാൻ. അവിടെ പോയിട്ട് കോടതിയിൽ പോയി കേസ് കൊടുക്കും പോലെ, കോർട്ടിൽ പോയി കേസ് കൊടുക്കും പോലെ ഒരു 17കാരി തമിഴത്തി പെൺകുട്ടി, അതെ നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന ഒരു 17കാരി തമിഴത്തി പെൺകുട്ടി പോയി കേസ് കൊടുത്തത് എന്താണ്? അബൂ താഹിറേ പോയി പെൺകുട്ടി വിളിക്കുകയാണ്, അബൂ താഹിറേ 17 വയസ്സുകാരി കൊളന്തക്ക് 32 വയസ്സുകാരൻ എപ്പടി ചേരുമടാ? പെൺകുട്ടിയുടെ കേസാണ്. പെൺകുട്ടി തമിഴിൽ പോയി പറയാണ്, 17കാരി കുളന്തക്ക് 32കാരൻ എപ്പടി ചേരുമടാ? എന്താ പ്രശ്നം? എന്താണ് ഈ പെൺകുട്ടിയുടെ കേസ്? എന്താ? ബാപ്പ 17 വയസ്സുള്ള ഈ കുളന്തയെ 32 വയസ്സുള്ള ആൾക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് അത് കാരണമായി അത് ഇഷ്ടല്ല, ആ വിവാഹത്തിന് ഇഷ്ടല്ല. അതുകൊണ്ട് പെണ്ണിന് മാനസിക രോഗമായി. മാനസിക രോഗമായ പെണ്ണ് ഇബ്രാഹിം ബാദിഷയുടെ കോർട്ടിൽ പോയിട്ട് ആ ഖബറിന് പോയിട്ട് പറയാണ്, എപ്പടി ചേരും എനിക്ക് 32കാരൻ എന്ന് പറഞ്ഞ് അവിടെ ഈ തലമുറയിട്ട് കരയാൻ. അപ്പൊ ഇബ്രാഹിം ബാദിഷ കേസ് കേൾക്കുക, എന്നിട്ട് വിധി പറയും. ഇതാണ് ഇവരുടെ വിശ്വാസം. മാത്രല്ല ഇനി അവിടെ ഡോക്ടർമാരാണ് മുഴുവനും, എല്ലാവരും ഡോക്ടർമാരാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലുള്ളതിനേക്കാൾ അതിഗംഭീരമായ ഡോക്ടർമാരെ കുറിച്ച് ഇവർ എഴുതിയത് കേട്ടോളൂ. വിദഗ്ധരായ ഡോക്ടർമാർ, കമ്പൗണ്ടർമാർ, നേഴ്സുമാർ. ആരാ ഇതൊക്കെ? ഏർവാടിയിലെ ടൗണിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യമല്ല പറയുന്നത്. ഏർവാടിയിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഇബ്രാഹിം ബാദിഷ അടക്കമുള്ള ആളുകളുടെ കഥയാ പറയുന്നത്. അവരിൽ ആരൊക്കെയുണ്ട്? ഡോക്ടർമാർ, കമ്പൗണ്ടർമാർ, നേഴ്സുമാർ, ലേഡി ഡോക്ടർമാർ എന്നിവർ ധാരാളമുണ്ട്. കേട്ടില്ല? ഇനിയും നോക്കൂ. ഈ ആത്മീയ ഡോക്ടർമാർ രോഗികളുടെ കടുപ്പമനുസരിച്ച് അവർക്ക് ചികിത്സകൾ നടത്തുന്നു. ഇവരെന്തൊക്കെ ചികിത്സ നടത്തുന്നു? സ്വപ്നത്തിൽ കൂടി രോഗി ചികിത്സകളെ കാണുന്നു. അവിടെ പോയി ഉറങ്ങിയാൽ മതി. സ്വപ്നത്തിലൂടെ എന്തൊക്കെ ചികിത്സയാണ് രോഗി കാണും. രോഗികൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശുഹദാക്കൾ അവർക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. രോഗികൾ കിടന്നുറങ്ങുമ്പോ ശുഹദാക്കന്മാർ വന്ന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ ഉറക്കം മുഖേന ഓപ്പറേഷൻ നടത്തുന്നു. മരുന്ന്, ഗുളിക ഇവയെല്ലാം ഉറക്കം മുഖേന രോഗികൾക്ക് നൽകുന്നു. ദിനം പ്രതി. എവിടെയാ? അവിടെ ഏർവാടിയിൽ. ആരൊക്കെയാ ഡോക്ടർമാര്? കേട്ടോളൂ. ആരൊക്കെയാ ഡോക്ടർമാര്? ഡോക്ടർ അബ്ദുൽ ഹക്കീമാണ് ഏറ്റവും പ്രധാന ഡോക്ടർ. ഹക്കീം, പിന്നെ ഡോക്ടർ ജാഫർ സാദിഖ്, ഡോക്ടർ അബ്ദുള്ള, ഡോക്ടർ യൂസുഫ്. ഇനി ലേഡി ഡോക്ടർമാരെ കേട്ടോളൂ. ലേഡികളെ, ഡോക്ടർ റുക്കിയ ഉമ്മാൾ, ഡോക്ടർ ജൈലാനി ഉമ്മാൾ, ഇവരൊക്കെ ഇവിടുത്തെ ലേഡി ഡോക്ടർമാരാണ്. ഇവർക്കൊക്കെ സഹായത്തിന് മഹമൂദ ബീവി, സുഹറ ബീവി എന്നീ നഴ്സുമാരുമുണ്ട്. റജാക്ക്, മുഹമ്മദ് അലി എന്നീ കമ്പൗണ്ടർമാരുമുണ്ട്. ഏർവാടിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ലേഡി ഡോക്ടറെയും ഗൈനക്കോളജിസ്റ്റിനെയും കമ്പൗണ്ടറെയും ഒന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ഏർവാടിയിൽ മറവിട്ട് കിടക്കുന്ന ഈ ഔലിയാക്കൾ അവിടെ വലിയ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്, ജാറ ഹോസ്പിറ്റല്. ആ ജാറത്തിനകത്ത് കിടന്നുകൊണ്ട് ഇവരിങ്ങനെ ഇഞ്ചക്ഷൻ നടത്തും. ലേഡി ഡോക്ടർമാരുണ്ട്, കമ്പൗണ്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. ഇനി ഇവരെ കുറിച്ചുള്ള വിശ്വാസം എന്താ? ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും പ്രത്യേക ശക്തി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം? എതിരിൽ വരുന്ന അമ്പിനെ പോലും ദിശ മാറ്റി അയക്കുവാൻ അവർക്ക് ശക്തിയുണ്ട്. ഒരമ്പ് വന്നാൽ, നമ്മെ ഉദ്ദേശിച്ച് ഒരു അമ്പ് വന്നാൽ ആ അമ്പിനെ ദിക്ക് മാറ്റാൻ ഔലിയാക്കന്മാർക്ക് കഴിയും പോലും. മനസ്സിലായോ എന്താ പറഞ്ഞത്? ഒരു ഔലിയയുടെ നേരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ല, ഇപ്പോൾ തന്നെ ഔലിയാക്കന്മാർ, അവരുടെ മുരീദന്മാര് ലോകത്ത് എവിടെയൊക്കെ ഉണ്ടെങ്കിലും
അവരെ സ്നേഹിക്കുന്ന ആളുകളെ അവർ കാത്തുകൊണ്ടിരിക്കുകയാണ്, അവർ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആരെങ്കിലും ലക്ഷ്യം വെച്ച് ശത്രു ഒരു അമ്പെയ്താൽ ആ അമ്പിനെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ദിക്ക് മാറ്റാൻ അവർക്ക് കഴിവുണ്ട്. ഇപ്പോഴും ഏർവാടിയിലുള്ള ആളുകൾക്ക് അതിന് കഴിയുമെന്നാണ്. എന്നാൽ സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ബുക്കിൽ തന്നെ പറയുന്നതെന്താ? അബൂ താഹിർ മരണപ്പെട്ടത് എങ്ങനെയാ? ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷയുടെ പൊന്നോമന പുത്രൻ അബൂ താഹിർ മരണപ്പെട്ടത് എങ്ങനെയാണ്? കാട്ടിൽ വെച്ച് വിക്രമപാണ്ഡ്യന്റെ ശത്രുക്കളുടെ, വിക്രമപാണ്ഡ്യന്റെ അനുയായികളുടെ തുരുതുരായുള്ള അമ്പുകൾ കൊണ്ടുകൊണ്ടാണ് അബൂ താഹിർ പിടഞ്ഞു വീണ് മരിച്ചത്. മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലായോ? അബൂ താഹിർ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാട്ടിൽ വെച്ച് ശത്രുക്കളെ ഇതാ അമ്പുകൾ തറച്ചിട്ടാണ് പിടഞ്ഞു വീണ് മരിച്ചത്. അങ്ങനത്തെ അബൂ താഹിറാണ് ഏർവാടിയിൽ മറപ്പെട്ട് കിടക്കുന്നത് എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ആ അബൂ താഹിറിനെ വിളിച്ച് തേടിയാൽ അബൂ താഹിർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വല്ല അമ്പും വരുന്നുണ്ടോ, എന്നെ സ്നേഹിക്കുന്നവരുടെ നേരെ വല്ല വാളും വരുന്നുണ്ടോ എങ്കിൽ അത് ഉടനെ അബൂ താഹിർ തടുക്കും. സ്വന്തത്തെ ശരീരത്തിലേക്ക് കാട്ടിൽ വെച്ച് അമ്പ് വന്നപ്പോൾ തടുക്കാൻ കഴിയാതെ പടഞ്ഞു വീണ് മരിച്ച അബൂ താഹിർ എന്ന് പറയുന്നയാളാണ് ഇന്ന് ലോകത്ത് മുഴുവൻ ശത്രുക്കൾ എയ്തുവിടുന്ന അമ്പുകളെ തടുക്കുന്നത് പോലും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധ്യമല്ല, അവരെ തന്നെ സഹായിക്കാൻ സാധ്യമല്ല. പടച്ച റബ്ബിന് മാത്രമേ എല്ലാവരെയും സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയും നോക്കൂ, അടുത്തവരുടെ അവകാശവാദം. ഞാൻ അസ്തഗിരിയിലും എന്റെ ശിഷ്യൻ ഉദയഗിരിയിലും ഇരുന്നാലും ശരി, ഒരു ചെന്നായി കടിക്കുന്ന വിഷയം പോലും ഞാൻ അറിയുന്നവനാണ്. കേട്ടോ, എന്താ പറഞ്ഞത്? ഞാൻ അസ്തഗിരിയിലും എന്റെ ശിഷ്യൻ ഉദയഗിരിയിലും ഇരുന്നാലും ശരി, ഒരു ചെന്നായി കടിക്കുന്ന വിഷയം പോലും ഞാൻ അറിയും. അതിൽ നിന്നും അവരെ രക്ഷിക്കും. ശരിക്കും മനസ്സിലാക്കണം. ഇത് കീഴക്കര മാപ്പിള ലൈബൈ ആലിം സാഹിബ് എന്ന് പറയുന്നയാള് മുഹീദ്ദീൻ ശൈഖിനെ പറ്റി എഴുതിയ മദ്ഹിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മനസ്സിലാക്കണം എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കള്ളം പറയുന്നതിന് പോലും പ്രിയമുള്ളവരെ സമൂഹത്തിലെ ആളുകൾക്ക് മടിയില്ല. നബി തങ്ങളുടെ പേരിൽ നുണ പറഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? സാധാരണ ഒരു മനുഷ്യന്റെ പേരിൽ പോലും നുണ പറയുന്നത് ഹറാമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അത് പ്രവാചകന്റെ പേരിലായാലോ, മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ, ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം എത്രയും വേഗം അവൻ തരപ്പെടുത്തിക്കൊള്ളട്ടെ. അത്ര ഗൗരവമാണ്. എന്നാലോ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതേ ഒട്ടേറെ കളവുകൾ പറയുന്നു. മരണമറിഞ്ഞവർ സർവവും അറിയുന്നവരാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടത്രേ. നോക്കണം നിങ്ങൾ, മരണപ്പെട്ടു പോയവർ എല്ലാം അറിയുന്നവരാണ് എന്നൊരു ഹദീസ് എവിടെയാ സഹോദരന്മാരെ അങ്ങനെയുള്ളത്? ഒരൊറ്റ സ്ഥലത്തുമില്ല. അള്ളാന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞതാണത്. അവരെല്ലാം അറിയുന്നവരല്ല. അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ആ വിശ്വാസത്തോടെയാണ് പടപ്പുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. ഇസ്ലാമികമായി മഹാന്മാരായ ഈ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാര്, ഔലിയാക്കള്, ശുഹദാക്കള്, സിദ്ദീഖീങ്ങള് അവരൊക്കെ മഹാന്മാരാണ്. അവരെ ആരും ആക്ഷേപിക്കുന്നവരല്ല. അവരെ കുറ്റം പറയാനും പാടില്ല, അവരെ ഇകഴ്ത്തി കാണിക്കാനും പാടില്ല. ഇവിടെ അതല്ല വിഷയം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും പോലെ ഒരു പടപ്പുകളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷ അദ്ദേഹം ആരാണ്? ആരോ ആകട്ടെ, അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ? അബൂ താഹിറിന്റെ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ? ആരൊക്കെ ഈ ലോകത്ത് കഴിഞ്ഞു പോയോ അവരൊക്കെ അവരുടെ പ്രവൃത്തികളും കൊണ്ട് കഴിഞ്ഞുപോയി. അവരെ നമുക്ക് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കുറ്റപ്പെടുത്തുന്നുമില്ല. പക്ഷേ സൃഷ്ടാവായ പടച്ചവനെ വിട്ടുകൊണ്ട് ഈ പടപ്പുകളോട് വിളിച്ച് തേടുന്നവരോടാണ് നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. അത് നമുക്കൊരിക്കലും പാടില്ലാത്ത സംഗതിയാണ്. ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷയെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? സത്തായ മണിയേ മണി മുത്തായ വലിയേ, ജനലക്ഷങ്ങളുടെ കണ്ണുനീര് വാർക്കും കനിയേ, ഈ പാവികളം ഞങ്ങളിൽ കനിഞ്ഞരുളണേ, ഇരു പാപമോചനത്തിനായി ദുആയിരക്കണേ.
അവരെ വിളിച്ചിട്ടാ പറയുന്നത്, സ്വത്തായ മണി മുത്തായ വലി ജനലക്ഷങ്ങളുടെ കണ്ണുനീർ വാർക്കുന്ന കനിയെ ഈ പാവികളായ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് എർബാദിടം വിടർന്ന നൽ സുഗന്ധ റോജ ഇബ്രാഹിം എന്ന നാമമിൽ തെരിന്ത രാജ. രാജാവേ, ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധ റോജ, ദർബാദിടത്തിൽ വിടർന്ന നൽ സുഗന്ധ റോജ അങ്ങയോട് തേടിയിടുന്നു, ഞങ്ങളെ കാത്തുകൊള്ളണം. ഈ നിലക്ക് പ്രിയമുള്ളവരെ, ഖബർ സിയാറത്താണ് എന്ന പേരിൽ, ഖബർ സിയാറത്ത് ചെയ്യുകയാണെന്ന പേരിൽ, ഇസ്ലാമിൽ സിയാറത്തില്ലേ, ഖബറുകൾ പോയി കാണാം, നമുക്ക് അവർക്ക് സലാം പറയാം, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ ഖബറാളിയോട് തേടരുത്, ഖബർ തൊടരുത്, ചുംബിക്കരുത്, അവിടെ ചാദർ പുതക്കരുത്, അവിടെ ചന്ദനത്തിരി മുഖക്കരുത്, അതിന്മേൽ തവാഫ് ചെയ്യരുത്, അതുപോലെ തന്നെ അതിന്മേൽ ചുംബിക്കരുത്, അവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഒരു ചാണിലപ്പുറം ഉയരത്തിൽ ഖബർ കെട്ടിപ്പൊക്കാനും പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ വിളക്ക് കൊളുത്താൻ പാടില്ല. ഇസ്ലാം വളരെ ഗൗരവത്തോടെ ഇതൊക്കെ ആക്ഷേപിച്ചിരിക്കുകയാണ്, വിമർശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നാം മനസ്സിലാക്കേണ്ടത്, മഹാന്മാരൊക്കെ മഹാന്മാര് തന്നെയാണ്. അമ്പിയാക്കൾ അമ്പിയാക്കൾ എന്ന നിലക്ക് ആദരിക്കപ്പെടുന്നു, ഔലിയാക്കൾ ഔലിയാക്കൾ എന്ന നിലക്ക് ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ അവരുടെ ഒന്നും പേരിൽ കളവുകൾ പറയരുത്, അവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അവർക്ക് നേർച്ച കൊടുക്കരുത്, അവർക്ക് വഴിപാടർപ്പിക്കരുത്, അവരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യരുത്, അവരുടെ ചുറ്റും പോയി തവാഫ് നടത്താൻ പാടില്ല. സമൂഹത്തില് ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പോലും, ആദം നബിയെ കുറിച്ച് പോലും ഇല്ലാത്ത കളവുകളാ പറയുന്നത്. എന്താ, ട്രിച്ചിയിൽ ഒരു ദർഗയുണ്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ട്രിച്ചിയിലെ ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ട്രിച്ചിയിലുള്ള ദർഗ, അവിടെയുള്ള മഹാനായ വലിയ ആരാണ്? തബലുല്ലാലം എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ്. തബലുല്ലാലം നത്ഹർ വലിയാണത്രേ ട്രിച്ചി ദർഗയിലുള്ളയാൾ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് തബലുല്ലാലം എന്ന് എങ്ങനെ പേരിട്ടിയത്? ലോകമാകെ അറിയപ്പെടുന്ന ലോകത്തിന്റെ ചെണ്ടാനാണ് തബലുല്ലാലമിന്റെ അർത്ഥം. ഈ പേരെങ്ങനെയാ വന്നത്? ട്രിച്ചിയിൽ തൃശ്ശിനാപ്പള്ളിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി പോലും ഒരു കാലത്ത്. തൃശ്ശിനാപ്പള്ളിയിൽ ഒരു വലിയ വെള്ളപ്പൊക്കം, തകർത്ത് പെയ്യുകയാണ് പേമാരി, നിൽക്കാത്ത ഇടിയും മിന്നും മഴയും, ശക്തമായി കോരിച്ചെരിയുന്ന മഴ, വെള്ളമൊട്ടാകെ പൊങ്ങിയിരിക്കുകയാണ്. ആളുകളൊക്കെ നത്ഹർ വലിയുടെ സമീപത്ത് വന്ന് പരാതി പറയാൻ തുടങ്ങി. ശൈഖ് അവരെ സമാധാനിപ്പിച്ചിട്ട് എന്താ മരുന്ന് പറഞ്ഞത്? വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ മരുന്ന് പറഞ്ഞു കൊടുക്കുക, അള്ളാഹിനോട് തേടിക്കോ എന്നല്ല, അള്ളാഹിനെ വിളിച്ച് തേടിക്കോ എന്നല്ല, എന്ത് ചെയ്യണം? ചെണ്ട കൊണ്ടുവരൂ, തബല മുട്ടിക്കോളൂ എന്നാണ് നത്ഹർ വലി ആവശ്യപ്പെട്ടത്. ആളുകളൊക്കെ ചെണ്ട വാങ്ങി, തബല വാങ്ങി, അങ്ങനെ തബല വാങ്ങി മുട്ടാൻ തുടങ്ങിയപ്പോൾ, തബലമുട്ട ആരംഭിച്ചപ്പോൾ വെള്ളം ഇറങ്ങിത്തുടങ്ങി. തബലമുട്ട ആരംഭിച്ചപ്പോ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഇനി കേട്ടോ, അങ്ങനെ വെള്ളം ചെണ്ടമുട്ട ആരംഭിച്ച് വെള്ളം ഇറങ്ങിത്തുടങ്ങിയപ്പോ ആദം നബി വിളിച്ചോലോ, നത്ഹർ വലി, നിങ്ങൾ ഇനി മുതൽ നത്ഹർ വലിയല്ല, തബലുല്ലാലം, 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 തബലുല്ലാലം. ആര്? നത്ഹർ വലി. അങ്ങനെ ആദം നബി ഇട്ട പേരാണല്ലോ തബലുല്ലാലം. എന്തേ? ചെണ്ട മുട്ടിയിട്ട്. ചെണ്ട ഇസ്ലാമില് ഹറാമാ, മനസ്സിലാക്കണം. ചെണ്ട മുട്ടി ഇസ്ലാമിൽ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാ. ചെണ്ടയടി, ബാൻഡ് മുട്ട്, കുഴലൂത്ത്, അതുപോലെ തന്നെയുള്ള ഹാർമോണിയം, മദ്ദളം, തബല എല്ലാം ഇസ്ലാം അംഗീകരിക്കാത്ത മ്യൂസിക് ഉപകരണങ്ങളെല്ലാം ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യങ്ങളാണ്. അതേ അവസരത്തിൽ മഴയില്ലാതെ, മഴ വല്ലാതെ പെയ്തപ്പോ മഴ നിൽക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൽ എന്താ? ചെണ്ടമുട്ടാൻ. അങ്ങനെ ചെണ്ടമുട്ട് കേട്ടിട്ട് ആദം നബി വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പേര് തബലുല്ലാലം. അങ്ങനെയാണ് മൂപ്പർക്ക് ട്രിച്ചിയിലെ ദർഗയിൽ കിടക്കുന്നയാൾക്ക് തബലുല്ലാലം എന്ന പേര് വന്നത് എന്നാണ്. ഇനി തഞ്ചാവൂർ ജില്ലയിലല്ലേ മുത്തുപ്പേട്ടയിലെ ജാറത്തിന്റെ നീളം എത്രയാ? 45 അടി നീളം. 45 അടി നീളമുള്ള ജാറമാണ് തഞ്ചാവൂരിലുള്ള മുത്തുപ്പേട്ടയിലുള്ള ജാറം. ആരാ അവിടെ കിടക്കുന്നത്? വലിയ സൂപ്പർ ഡോക്ടറാണ് പോലും, ദാവൂദുൽ ഹക്കീം. ദാവൂദുൽ ഹക്കീം എന്ന ഡോക്ടറാണ്. ഓപ്പറേഷൻ ഉണ്ട്, ഗുളികയുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, എല്ലാ പരിപാടികളുമുണ്ട്. എന്നിട്ടോ എങ്ങനെയാണ്? ശരിക്കൊന്ന് മനസ്സിലാക്കണം. രാജ്യത്തുനിന്ന് കാണുന്ന പല ദർഗകളും പല ജാറങ്ങളും ആരാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന് പോലും അറിയില്ല പ്രിയമുള്ളവരെ. ആരാണെന്നും അറിയില്ല. ചിലതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ചിലത് പെട്ടെന്ന് കെട്ടിപ്പടുക്കുന്നു, ചിലത് മൃഗങ്ങളെയൊക്കെ കുഴിച്ചിട്ട സ്ഥലങ്ങളുണ്ട് പോലും. മനസ്സിലാക്കണം, ഈ മുത്തുപ്പേട്ടയിൽ കിടക്കുന്നയാള്, മുത്തുപ്പേട്ടയിലെ ആള് ദാവൂദുൽ ഹക്കീമാണെന്നും ഇയാൾ എവിടത്തുകാരനാണെന്നും ആർക്കും അറിയൂല. പിന്നെ എങ്ങനെ പേര് കിട്ടിയത്? ഒരു കൃഷിക്കാരൻ
തഞ്ചാവൂരിലെ മുത്തുപ്പേട്ടയിലെ ഒരു കർഷകൻ അയാൾക്ക് വിളവെടുക്കാൻ വേണ്ടി പാടത്തിങ്ങനെ നിലം ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. ഉഴുതുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ചാലിൽ നിന്ന് രക്തമൊഴുകുന്നു. ചാലിൽ നിന്നിങ്ങനെ പെട്ടെന്ന് രക്തപ്രവാഹം. ഈ കർഷകൻ ഇത് കണ്ട് ബോധം കെട്ട് വീണു. കാരണം തന്റെ നിലത്തുഴുമ്പോഴാണ് രക്തപ്രവാഹം കാണുന്നത്. അങ്ങനെ ബോധം കെട്ട് വീണപ്പോൾ നാട്ടിൽ അവിടെ മുസ്ലിമീങ്ങളൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മുസ്ലിമീങ്ങൾ എത്തിയപ്പോ രക്തം ഒഴുകുന്ന ഒരു മയ്യത്ത് കണ്ടുപോലും അവര് ഉടനെ രണ്ടാളെ ഏർപ്പാട് ചെയ്തു വിളക്ക് എത്തിക്കാൻ. അങ്ങനെയുള്ള മാപ്പിള കണ്ട ഉടനെ പിന്നെ വിളക്ക് എത്തിക്കലും പൂജിക്കലൊക്കെയാണ് തുടങ്ങിയത്. അങ്ങനെ ഇതാരാനൊന്നും അറിയൂല. അപ്പോഴേക്ക് അവിടെ എല്ലാം തുടങ്ങി. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ ആള് പോയിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോ സ്വപ്നത്തിൽ കണ്ടുപോലും ഇത് ഞാൻ ദാവൂദുൽ ഹക്കീമാണ്. ആര്? ഖബറിന്റെ ആള് പറയാണ്, ഞാൻ ദാവൂദുൽ ഹക്കീമാണ്, എന്റെ ഖബറിന് 45 അടി വേണം, ഞാൻ ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളാണ്, മൂസാ നബിയുടെ കാലത്തുള്ള അനുയായിയാണ്, തൗറാത്ത് നന്നായി പഠിച്ച് കോഴ്സ് പാസ്സായ ആളാണ്. ഇതൊക്കെയാണ് ഇപ്പൊ ആരുടെ വിശേഷണങ്ങള്? മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീമിന്. ഇതൊക്കെ ആരാ പറഞ്ഞത്? സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത്. സ്വപ്നത്തിൽ കേട്ടതൊക്കെ വിശ്വസിക്കാമോ? തെളിവാണോ? മുസ്ലിമീങ്ങളെ പറയൂ, സ്വപ്നം തെളിവാണോ? ആ സ്വപ്നത്തിന്റെ സന്തതിയാണ് മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീമിന്റെ 45 അടി നീളമുള്ള ദർഗ. അതല്ലാതെ അങ്ങനെ ഒരാളെ കുറിച്ച് ആർക്കും അറിയൂല. പേരെന്താ, ഊരെന്താ അറിയൂല. സ്വപ്നത്തിലാണ് കേട്ടത് പേരെന്ത്, ഊരംഗ എന്നൊക്കെ സ്വപ്നത്തിലാണ് മനസ്സിലായത്, അല്ലാതെ ആർക്കും അറിയൂല. എന്റെ ഖബറിന് ഇത്ര നീളം വേണം എന്ന് വരെ മൂപ്പരാണ് സ്വപ്നത്തിൽ വന്ന് പറയുന്നത്. 45 അടി നീളമുള്ള മനുഷ്യനാ ഞാന്, അത്ര അടിയിൽ ഉണ്ടാക്കണം, മനസ്സിലാക്കണം. ഇങ്ങനെയാണ് സമൂഹത്തിൽ ഒരുപാട് ദർഗകൾ ഉണ്ടായത്. എന്നിട്ട് ഈ ആളുകളെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മാത്രമല്ല ഈ ആളുകളുടെ ഒക്കെ കഴിവുകളെ കുറിച്ച് പറയുന്നത് എന്താ? ഒന്നുകൂടി രസകരമായ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം മഗ്‌രിബിനോട് അടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിന്റെ വിശ്വാസം എന്താണ്? നാഗൂരിലെ ഷാഹുൽ ഹമീദ്, നാഗൂരിൽ മറപെട്ട് കിടക്കുന്ന നാഗൂർ ആണ്ടവരെന്നറിയപ്പെടുന്ന നാഗൂർ ഷാഹുൽ ഹമീദിനെ സംബന്ധിച്ച് എന്തായി വിശ്വസിക്കുന്നത്? ഷാഹുൽ ഹമീദിന് വിവാഹം കഴിക്കാതെ സന്താനമുണ്ടായി എന്നാണ് പറയുന്നത്. ഉദാഹരണം എന്താ പറഞ്ഞത്? ഈസാ നബി ജനിച്ചത് പിതാവില്ലാതെ മാതാവിൽ നിന്ന് മാത്രമാണ് ഉണ്ടായതെങ്കിൽ ഭാര്യയില്ലാതെ എന്റെ മുതുകിലുള്ള ബീജത്തെ ഒരു സന്താനമാക്കാൻ അല്ലാഹ്ക്ക് കഴിവില്ലേ? ആലോചിച്ചു നോക്കണം. ഇനി കേട്ടോളൂ കഥ. ഞാൻ പറയുന്നതല്ല. നാഗൂർ ഷരീഫ് ചരിത്രം എന്ന പേരിൽ എന്റെ കയ്യിലുള്ള ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ. അവസാനത്തെ രസകരമായ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? നാഗൂർ ഷെയ്ഖ് കല്യാണം കഴിച്ചില്ല. മൂപ്പരെ കല്യാണം കഴിപ്പിക്കാൻ നാട്ടിലുള്ള സ്ത്രീകളും ഉസ്താദുമാരും ഒക്കെ ശ്രമിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഒരു ഔലിയ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുതുകിൽ നല്ല ഒരു മഹാനായ ആൺകുഞ്ഞിന്റെ ബീജം ഇരിപ്പുണ്ട്, അതുകൊണ്ട് അത് കല്യാണം കഴിച്ചാലല്ലേ പറ്റുള്ളൂ. മൂപ്പര് പറഞ്ഞു, കല്യാണം കഴിക്കാതെ തന്നെയൊക്കെ ബീജം ഒക്കെ പുറത്തുക്കിടാനുള്ള പരിപാടികളൊക്കെ വേറെ ഉണ്ട് എന്ന നിലക്ക് അങ്ങനെ സംസാരിച്ചു. അവസാനം നിങ്ങൾ കേട്ടോളൂ എന്താ ഉണ്ടായത്. ഒരാൾ വന്നിട്ട്, കുട്ടികളില്ലാത്തൊരു ദമ്പതികൾ ഷാഹുൽ ഹമീദിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മക്കളില്ല, സന്താനങ്ങളില്ല, അങ്ങ് സന്താനത്തെ തരണം, അതിനുവേണ്ടി അങ്ങ് വേണ്ടത് ചെയ്യണം എന്ന് മഹാനവറുകളോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിച്ചോ, ഇനിയാണ് കഥ. താങ്കളും ഭാര്യയും തൃപ്തിപ്പെടുന്ന പക്ഷം എന്റെ മുതുകിലുള്ള ബീജം ഇലാഹിയായ ദൈവീകമായ ശക്തി കൊണ്ട് താങ്കൾക്കുള്ള ഭാര്യയുടെ ഗർഭാശയത്തിൽ ഞാൻ നിക്ഷേപിക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസ്ലിമിന്റെ ബീജം എങ്ങനെ അന്യവരാളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കാൻ സാധാരണ ഒരു മനുഷ്യന് കഴിയുമോ? പാടുണ്ടോ? പിന്നെ എങ്ങനെ നാഗൂറാണ്ടവരതിന് മുതിരുമോ? ഇല്ല, കെട്ടുകഥകളാണ്, കള്ളക്കഥകളാണ് ഈ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. നാഗൂറാണ്ടവര് പറയുന്ന പോലും എന്റെ മുതുകിലുള്ള ബീജത്തെ നിങ്ങളുടെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് ഇലാഹിയായ പ്രത്യേക കഴിവിലൂടെ ഞാൻ നിക്ഷേപിക്കാം. പിന്നെ പക്ഷേ ഒരു ഗ്യാരണ്ടിയുണ്ട്, ജനനത്തിന് ശേഷം കുട്ടിയെ എനിക്ക് തന്നെ തിരിച്ചു തരണം. എന്റെ കുട്ടിയാണ്, അവളുടെ കുട്ടിയാവില്ല.
കുട്ടിനെ എനിക്ക് തിരിച്ചു തരണം. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് വേറെ തന്നെ സന്താനങ്ങൾ ഉണ്ടായിക്കൊള്ളും, നിങ്ങൾക്ക് വേറെ സന്താനം ഉണ്ടായിക്കോളും, ഈ സന്താനം എന്റേതാണ്, അതെനിക്ക് പ്രസവം കഴിഞ്ഞാൽ തിരിച്ചു തരണമെന്ന് ഈ പെണ്ണിനോട് ആവശ്യപ്പെടുന്നു. ശരി, അങ്ങനെ എന്തുണ്ടായി? അങ്ങനെ എന്താ പിന്നെ ആവശ്യപ്പെട്ടിട്ട് നടക്കുന്നത് എന്താണ്? കേട്ടോളൂ. ഷെയ്ഖിന്റെ അഭിപ്രായം പ്രസ്തുത ദമ്പതികളെ അതീവ സന്തുഷ്ടരാക്കി. ഷെയ്ഖ് പറഞ്ഞ നിബന്ധന അനുസരിച്ച് ചെയ്യാമെന്ന് അവർ തീർച്ചപ്പെടുത്തി. അങ്ങനെ ഷെയ്ഖ് പറഞ്ഞു, തിങ്കളാഴ്ച രാവിൽ ഭാര്യ കുളിച്ച് ശുദ്ധിയായി സുഗന്ധം ഉപയോഗിച്ച് നിങ്ങൾ രണ്ടുപേരും വെറ്റിലടക്കയും എടുത്ത് ഇവിടെ വരേണ്ടതാണ്. ഇനിയാണ് നടക്കാൻ പോകുന്നത്. ഭാര്യയോട് പറഞ്ഞു, കുളിച്ച് ശുദ്ധിയായി സുഗന്ധമൊക്കെ പൂശി വെറ്റിലടക്കയും എടുത്തുകൊണ്ട് ഇവിടെ വരണം. നിർദ്ദേശാനുസൃതം നൂറുദ്ദീൻ മുഫ്തി ഭാര്യയെയും കൂട്ടി വന്ധ്യാനന്ദ പുരസ്സരം തിരുസന്നിധിയിലെത്തി. ഷെയ്ഖ് വെറ്റിലടക്ക ആവശ്യപ്പെട്ടു. മഹാനവറുകൾ അതിനെ ബിസ്മില്ല ഉച്ചരിച്ച് വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്നു. പ്രത്യേക രീതിയിൽ ഇരുന്ന ഷെയ്ഖ് അല്ലാഹുവുമായുള്ള ആത്മീയ ദർശനത്തിന് ശേഷം തന്റെ വായിലിട്ട് ചവച്ച വെറ്റിലടക്ക എടുത്ത് നൂറുദ്ദീൻ മുഫ്തിയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ ചെന്ന് ഇത് ഭാര്യയുടെ വായിൽ ഇടുക. അയാൾ ചവച്ചുണ്ടാക്കിയ വെറ്റിലടക്ക ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് വായിലിടാൻ പറയണം, പെട്ടെന്ന് വിഴുങ്ങാൻ പറയണം. ഇതിനെ അള്ളാഹു ഒരു ആൺകുഞ്ഞാക്കുന്നതാണ്. പ്രസവിച്ചാൽ എന്റെ മരണപ്പെട്ട സഹോദരന്റെ പേര് നൽകണം. യഥാർത്ഥ പിതാവിനെയും തനിക്ക് പിതാവ് സമ്മാനിച്ച സാധനത്തെയും അവൻ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരു മിസ്വാക്കും ഏൽപ്പിച്ചു. നൂറുദ്ദീന്റെ ഭാര്യ ഗർഭിണിയായി ഒരു സുന്ദരനായ ആൺകുഞ്ഞിന് ജന്മം നൽകി. കണ്ടോ, വെറ്റിലടക്ക ചവച്ചു കൊടുത്ത് വിഴുങ്ങാൻ പറഞ്ഞതിലൂടെ മുതുകിലുള്ള ബീജത്തെ ദൈവികമായ കറാമത്തിലൂടെ അങ്ങോട്ട് മറ്റേ പെണ്ണിന്റെ ഗർഭാശയത്തിൽ എത്തിച്ചു എന്നാ പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര അപകടമാണ് മുസ്ലിമേ, എത്ര പഴച്ച വിശ്വാസമാണ് മുസ്ലിമേ ഇവരെ കുറിച്ചൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ജനങ്ങൾ, ഇതാണ് ജനത്തിന്റെ ധാരണ. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള എല്ലാ കെട്ടുകഥകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മുക്തമായി കൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് മാത്രം തിരിയുക. അതേ, സർവ പടയിപ്പുകളെയും വിട്ടുകൊണ്ട് പടയിത്തവനെ നോക്കി എന്ന് പറയുന്ന സിദ്ധാന്തത്തിലേക്ക് അതേ കൃത്യമായി നാം മടങ്ങി വരിക. പ്രിയമുള്ളവരെ, ആ മാർഗത്തിൽ എന്ത് ത്യാഗവും നാം സഹിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് ഈ സത്യം ഏൽപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രിയമുള്ളവരെ, ആ ആദർശം മനസ്സിലാക്കി കഴിഞ്ഞ നമ്മൾ ഒരു തെറ്റുകളിലേക്കും പോകരുത്. തമിഴ്നാടെന്ന് പറയുന്നത് സിനിമകളുടെ ലോകമാണ്, സീരിയലുകളുടെ ലോകമാണ്. നമ്മുടെ വീടുകളിൽ അതേ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ടിവിയിലൂടെ അല്ലാതെയുമൊക്കെ സിനിമ കാണുന്ന മുസ്ലിമുണ്ടോ? സീരിയലുകൾ കണ്ടാസ്വദിക്കുന്ന മുസ്ലിമുണ്ടോ? ഡാൻസുകൾ കാണുന്നവരുണ്ടോ? മ്യൂസിക്കുകൾ കേൾക്കുന്നവരുണ്ടോ? പാടില്ല, അരുത്, ഹറാമാണ്. നമ്മുടെ കണ്ണല്ല തന്നതാണ്, കാതുകൾ അല്ല തന്നതാണ്. അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് നോക്കരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കേൾക്കരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സദസ്സുകളിലേക്ക് പോകരുത്. കാരണം നമുക്കൊക്കെ ഒരുമിച്ച് കൂടേണ്ട ഒരു ലോകമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണേ, അള്ളാഹുവിങ്കലേക്ക് നിങ്ങളെല്ലാം മടക്കപ്പെടുന്ന ദിവസം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവിടെ വെച്ച് ഓരോ ആത്മാക്കളും എന്താണ് പ്രവർത്തിച്ചതെങ്കിൽ അതിനുള്ള പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ്. ആരണുത്തൂക്കം നന്മ ചെയ്തോ അത് കാണും. ആരണുത്തൂക്കം തിന്മ ചെയ്തോ അതും അവൻ കാണുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നന്മയുടെ റിക്കാർഡുകൾ നിറയട്ടെ. തിന്മകളുടെ റിക്കാർഡുകളിലേക്ക് തിന്മകളൊന്നും എഴുതി ചേർക്കപ്പെടാവുന്ന നിലക്ക് ചെയ്യാതെ നമ്മെ എപ്പോഴും കാണുന്ന, കേൾക്കുന്ന, നമ്മെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആര് കാണുന്നില്ലെങ്കിലും എന്നെ എന്റെ റബ്ബ് കാണുന്നുണ്ട്, ഞാൻ ഒറ്റക്കാണെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന പേടിയോടെ, ഭയത്തോടെ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച്, അവനെ മാത്രം ആരാധിച്ച്, അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ സർവശക്തനായ റബ്ബിനോട് നിരന്തരം തേടുവീൻ, പ്രാർത്ഥിക്കും.
സാധിക്കുകയും അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നിലക്കുള്ള നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ഈ സംസാരം നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്നാലും വളരെയേറെ അച്ചടക്കത്തോടുകൂടി മനസ്സിലായ നിലക്ക് തന്നെ എല്ലാവരും ഇരുന്ന് കേട്ടതിൽ അതീവ സന്തുഷ്ടനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നെല്ലാം ഇത് സ്വീകരിച്ച് സ്വർഗലോകത്ത് ഇതുപോലെ സന്തോഷത്തോടുകൂടി ഇനിയും ഒരുമിച്ചിരിക്കാനും കാണുവാനും സർവശക്തനായ റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയ എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്തോഷത്തോടുകൂടെയുള്ള കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാൻ നമുക്കെല്ലാം സർവശക്തനായ നാഥൻ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.